തിരുവനന്തപുരത്തെ ഒരു ആരാധകരുടെ കൂട്ടത്തിലേക്ക് ഒന്ന് പോയി നമുക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. അജ്മൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. എനിക്ക് തോന്നുന്നു അജ്മൽ PMG ഉള്ളതെന്ന് തോന്നുന്നു. അവിടെയും എപ്പോഴും വലിയ സജീവമായിട്ടുള്ള ആരാധക സ്ഥലമാണ്. വലിയ പ്രദർശനമൊക്കെ നടക്കുന്നു. അപ്പോൾ അജ്മൽ എവിടെയാണുള്ളത്? എങ്ങനെയുണ്ട് അവിടെ? പ്രതീക്ഷകൾ എന്താണ്? ഫാൻസ് എന്ത് പറയുന്നു? സ്പെയിനോ അർജന്റീന? എൽദോ, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ PMG ലോ കോളേജ് ജംഗ്ഷനിലാണ്. ഇപ്പൊ എന്റെ പുറകെ കാണാൻ പറ്റും ഈ ഒരു ഗല്ലി ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ ജനസാഗരമാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സെറിമണിയുടെ ക്ലോസിംഗ് സെറിമണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ക്ലോസിംഗ് സെറിമണിക്ക് ഒരുപാട് ആൾക്കാർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ഒരു ഗല്ലിയിലാണ് ഈ ഇത്രയും നാള് ഈ ഒരു 40 ദിവസ കാലയളവിൽ ഈ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഫുട്ബോൾ ആവേശം അരങ്ങേറിയത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫുട്ബോൾ സ്ക്രീനിങ്ങിന്റെ ക്ലോസിംഗ് സെറിമണിയാണ്. ഈ നാട്ടിൽ തന്നെ ഈ പ്രദേശത്ത് തന്നെ റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന പരിപാടി തന്നെയാണ് ഈ ഫുട്ബോൾ സ്ക്രീനിങ്. ഇപ്പൊ നമ്മുടെ ചുറ്റിനും ഒരുപാട് ഫുട്ബോൾ ആരാധകരുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ തമ്പാനൂർ വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ ഹരികുമാർ. എന്തായാലും 4 വർഷത്തിന് ശേഷം അർജന്റീന പിന്നെ ഒരു ഫൈനൽ കളിക്കാൻ പോവുകയാണ്. 2016 കോപ്പ അമേരിക്കയിൽ തോറ്റുപുറത്ത് അതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ് വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനലിലേക്ക് ഇറങ്ങുമ്പോൾ മെസ്സിയും പിള്ളേരും വീണ്ടും ഒരു കപ്പ് ആഗ്രഹിക്കുന്നു തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. നമ്മൾ 2016 മെസ്സി കരഞ്ഞുകൊണ്ട് ഇറങ്ങിയ സ്റ്റേഡിയമാണ് ഈ വർഷം ലോകത്തെ ഏറ്റവും വലിയ ട്രോഫി ആയിട്ട് മെസ്സി ആ സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നത്. പിന്നെ നമ്മളെ ഇന്നുമേ പറഞ്ഞു നമ്മളെ ഡിഫെൻഡ് ചെയ്യാനാണ് വന്നത്. നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മള് ഇതിനുമ്പേ പല നല്ല വലിയ ടീമുകളും പറഞ്ഞു നമ്മളടിക്കും ഇവരടിക്കും. പക്ഷെ ലാസ്റ്റ് അവര് 16 തന്നെ പോയി. ഇപ്പൊ നമ്മളെ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മളെ തന്നെ അടിക്കും. സ്പെയിൻ നമ്മൾ ഒട്ടും കുറച്ച് കാണില്ല. സ്പെയിൻ നല്ല എതിരാളികളാണ്. എന്നാൽ ഈ കപ്പ് നമുക്ക് തന്നെയാണ്. ഫുട്ബോൾ ടീമിന്റെ എതിരാളിയാണെന്ന് പറയുന്നത്. വേറൊരു കൗതുകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ അർജന്റീന സ്പെയിൻ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ബാഴ്സലോണ ആരാധകർക്ക് വലിയൊരു ആവേശമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ബാഴ്സലോണ ആരാധകർക്ക് വലിയൊരു ആവേശമാണ്. ഒരിക്കൽ ആവേശമാണ്. ഒരു കാലത്ത് ബാഴ്സ അടക്കി ഭരിച്ചിരുന്ന ഒരു ചരിത്രവും പിന്നെ ഇപ്പോഴത്തെ ചരിത്രവുമാണ് ഇപ്പോൾ നിലവിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു? ടിക്കി ടാക്കയല്ലേ? ഇപ്പൊ ടിക്കി ടാക്കയാണ് അവർ ഉദ്ദേശിക്കണമെങ്കിൽ ടിക്കി ടാക്ക കൊണ്ടുവന്നത് ഇനിയസ്റ്റ, സാവി, മെസ്സിയാണ്. മെസ്സിക്ക് അറിയാം അവരെന്താണ് ചെയ്യാൻ പോണത്. ഇപ്പം സ്പെയിന് നല്ല ടീമാണ്. പക്ഷേ മെസ്സിയെ പിടിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഇവരെല്ലാം വളർത്തിയതും എല്ലാം മെസ്സിയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾ നല്ല കളിയാണ് കാഴ്ചവെക്കുന്നുണ്ട്. ബാർസയുടെ ചരിത്രം മെസ്സിയാണ്. ചരിത്രം കുറിക്കാരും വന്നിട്ടില്ല. ഇനി വരുമോ എന്നാണ് നമുക്ക് നോക്കുന്നത്. ടെക്നിക്കലി ബാർസയുടെ ചരിത്രവും ബാർസയുടെ ഫ്യൂച്ചറും ആണെന്ന് കളിക്കാൻ പോകുന്നത്. മെസ്സി ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രിയപ്പെട്ടവനും നമ്മളെ പോരാട്ടം കൂടി. അതിലുപരി ഇത് ആശാൻ ശിഷ്യൻ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ്. നമ്മുടെ അർജന്റീനൻ കോച്ചായ ലയണൽ സ്കലോണിയുടെ ആശാനാണ് സ്പെയിൻ കോച്ചായ ലൂയിസ് ഡി ഫ്ലോണ്ടോ. അദ്ദേഹം 2016 വിരമിച്ചു. സ്കലോണി വിരമിച്ചതിന് ശേഷം സ്പെയിൻ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന റഫറിമാരുടെ പരിശീലന ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ സ്കലോണിയെ പരിശീലിപ്പിച്ച വ്യക്തിയാണ് ഇപ്പോൾ സ്പെയിനെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും പരിശീലകർ തമ്മിലൊരു പോരാട്ടം കൂടിയാണ്. അതിലെന്ത് തോന്നുന്നു? ചേട്ടാ, ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്ടിക്സ് അറിയായിരിക്കും. ചേട്ടൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് പഠിച്ചതാണെന്ന്. ഓൾറെഡി പുള്ളിയുടെ ടാക്ടിക്സ് സ്കലോണിക്ക് അറിയായിരിക്കും. അതേപോലെ തന്നെ ഏകദേശം ഒരു 6 വർഷമായിട്ട് നിങ്ങൾ എല്ലാരും കണ്ടതാണ്. 9 തോൽവിയാണ് സ്കലോണി തോറ്റിരിക്കുന്നത്. ഏകദേശം വെറും 9 തോൽവി. 100 എത്ര മത്സരം കളിച്ചിട്ടുണ്ട്. അപ്പം ഈ കഴിഞ്ഞ നോക്കൌട്ട് മത്സരങ്ങൾ നിങ്ങൾ കണ്ടതാണ്. പല കുറി നിങ്ങൾ കണ്ടതാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് സ്കലോണിര. എല്ലാം പുള്ളി പഠിച്ചിട്ടേ വരുവുള്ളൂ. എവിടെ ആരെയൊക്കെ ഇറങ്ങണമെന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം ഈ ഒരു കളിയിൽ. സത്യമാണ്. സ്കലോണി ഓരോ മത്സരത്തിലും ഓരോ ടീം ഇറക്കുമ്പോൾ ഓരോ ടാക്ടിക്സ് ആണ് വരുന്നത്. ചില സമയത്ത് കൗണ്ടർ അറ്റാക്ക് വരും, ചില സമയത്ത് ബോൾ പോസ്റ്റിംഗ് ഗെയിം വരും. ഈ വേൾഡ് കപ്പിൽ എല്ലാവരും കളിപ്പിച്ചിട്ടുണ്ട് ഈ കോച്ച്. വേറെ ടീമുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അർജന്റീന എല്ലാ പ്ലേയേഴ്സിനും അവസരം കൊടുത്തിട്ടുണ്ട്. അതാണ് ആ കോച്ചിന്റെ ആ കഴിവെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആർക്കിന് പരുക്ക് പറ്റിയ സ്പോട്ടിൽ വേറെ ആളവിടെ ഇറക്കാൻ വേണ്ടിയിട്ടും ഈ ടീമിന്റെ സ്റ്റാറ്റിക്സ് എല്ലാവരും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ലയണൽ സ്കലോണി എന്നുള്ള കോച്ച്. എക്സാക്ട്ലി. ആ ആരാധകരുടെ റീഡിംഗ് അത് വളരെ ബ്രില്യൻ്റ് ആണ്. അവർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.